മുനമ്പം വഖഫ് ഭൂമി കേന്ദ്ര സർക്കാരിന്റെ ഉമീദ് പോർട്ടലിൽ എൻ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്ക് നാന്ദി കുറിക്കുകയാണ് കേരളത്തിൽ. വളരെ രൂക്ഷമായ രീതിയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ പുതിയ സർക്കാരിന് 8ന്റെ പണി നൽകുകയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 8ന്റെ പണിയാണോ 16ന്റെ പണിയാണോ 4ന്റെ ആണോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി അത്തരം പണിയൊന്നും കൊടുക്കില്ല എന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ ഈ വിഷയത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത വളരെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു സ്വാഭാവികമായ പ്രൊസീഡിങ്സ് ആണ് നടത്തിയിരിക്കുന്നത് വഖഫ് ബോർഡ്. കേരളത്തിലെ അല്ല, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ വഖഫ് സ്വത്തുക്കൾ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നീട്ടിക്കൊടുക്കുകയായി. അങ്ങനെ അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ എൻട്രി ചെയ്ത, രജിസ്റ്റർ ചെയ്ത എന്നത് തെറ്റാണ്. എൻട്രി ചെയ്തത് അത് വലിയ അപരാധമായി പറയുന്നുവെങ്കിൽ അതിനെ നിരുത്തരവാദപരമായ പ്രസ്താവന എന്നേ പറയാൻ കഴിയും. വി.ഡി. സതീശൻ ഈ വിഷയത്തില് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയാണ്. ഇപ്പൊ കണ്ണ് അടക്കാൻ തയ്യാറല്ലാത്ത, കണ്ണ് തുറന്ന് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നു എന്ന് വരുമ്പോ അതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്, അദ്ദേഹത്തെ പ്രകോപിതനാക്കുന്നത്. അദ്ദേഹം സ്വീകരിച്ച രീതി അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും. മുനമ്പം ഭൂമി നമുക്കറിയാം 1990 വഖഫ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വലിയ വിവാദമായി വരികയുണ്ടായി. അതിപ്പോ ഉള്ളൊരു സ്ഥിതി മനസ്സിലാക്കണം. 404 ഏക്കർ ഭൂമിയാണ് സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ധനാഢ്യനായ മനുഷ്യസ്നേഹി ഫാറൂഖ് കോളേജിന്റെ നടത്തിപ്പിനായി വഖഫ് ചെയ്തത് 1990. അപ്പൊ അവിടെ ഇന്നത്തെ അവസ്ഥ 404 ഏക്കർ ഭൂമിയില് 20ഓളം ഏക്കർ ഭൂമി കടലെടുത്തു പോയി. 188 ഏക്കർ ഭൂമിയാണ് ഇവിടെ വിൽപ്പന നടത്തിയിട്ടുള്ളത്. പറയാം ആര് എങ്ങനെ വിൽപ്പന നടത്തിയത്. അനധികൃതമാണ് വിൽപ്പന. 199 ഏക്കർ ഭൂമാഫിയകളും റിസോർട്ട് ഭൂമാഫിയകളും കൈവശപ്പെടുത്തിയതാണ്, കയ്യേറിയാണ്. ഇതാണ് അതിന്റെ അവസ്ഥ. താമസക്കാര് എന്ന് പറയുന്നത് അവിടെ 404 ഏക്കറിന്റെ 1/3 ഭാഗം മാത്രമാണ് എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് അച്യുതമേനോൻ സർക്കാരിന്റെ കാലത്ത് 2009-10 നിശ്ചയിക്കപ്പെട്ട നിസാർ കമ്മീഷനാണ്. അപ്പോ ഇത് ഈ അടുത്ത് വിവാദമായപ്പോ പ്രശ്നത്തെ അതിന്റെ മെറിറ്റിൽ ചെന്ന് പരിശോധിക്കുന്നതിന് പകരം കണ്ണടച്ചിരുട്ടാക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് വഖഫ് അല്ല എന്ന് പറഞ്ഞു. അതിന് മുമ്പിൽ നിന്ന് പറഞ്ഞിരുന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ അത് പറയാൻ പ്രേരിപ്പിച്ച പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് അവിടുത്തെ ഭൂമാഫിയ റിസോർട്ട് ഉടമകളെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അവരുടെ സംരക്ഷണമല്ല പ്രത്യക്ഷത്തിൽ പറയുന്നത് അവിടുത്തെ താമസക്കാരുടെ കാര്യം. ഞാൻ പറയുന്നത് താമസക്കാര് 1/3 മാത്രമാണ്. അവിടുത്തെ റിസോർട്ട് ഭൂമാഫിയ ഉടമയും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്, മറയാക്കുന്നത് വളരെ തുച്ഛമായ താമസക്കാരെയാണ്. അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെ എല്ലാം വഴിമരുന്നിട്ട് കൊടുത്തത് അല്ലെങ്കിൽ കാരണക്കാരായത് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ്, അവരുടെ കെടുകാര്യസ്ഥതയാണ്, അവരുടെ അലസതയാണ്. അത് മറച്ചു പിടിക്കേണ്ടതുണ്ടായിരുന്നു. അന്നും ഇന്നും ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിലെ കോഴിക്കോട് പ്രദേശത്തുള്ള വർത്തക പ്രമാണികളുണ്ട്. അവര് ഇതിൽ പ്രതികളായി വരുന്നതിനെ തടയേണ്ടതുണ്ടായിരുന്നു. അതും വി.ഡി. സതീശന്റെ ആവശ്യമായിരുന്നു. മുസ്ലിം ലീഗ് ഇത് നേരത്തെ വഖഫാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിയമസഭയിലൊക്കെ തന്നെ KPA മജീദ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രസ്താവിക്കുകയും രേഖ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവരും ഇപ്പൊ വഖഫ് ഭൂമിയല്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സതീശന്റെ അതേ താല്പര്യം. സതീശൻ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹം വാക്ക് കൊടുത്തിരുന്നു. ആരും ഇത് വിട്ടുകൊടുക്കേണ്ടി വരില്ല, ഒഴിഞ്ഞു പോകേണ്ടി വരില്ല. താമസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തന്നെ വേണ്ടതുണ്ട്. അവരെ വഴിയാധാരമാക്കാൻ പറ്റില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാർട്ടി വളരെ കൃത്യമായി ഇതിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വഖഫ് ഭൂമി കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഭൂമാഫിയ റിസോർട്ട് ഉടമകളൊക്കെ അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് അരുനിന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വഴിയാധാരമാക്കരുത്, അതിന് വഴി കാണേണ്ടത് ഇതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, വഖഫ് ഭൂമിയാണ് എന്ന ഒരു വസ്തുത
അതിന് നിരവധി സോളിഡ് പ്രൂഫ് ഉണ്ട്. പ്രമാണം, കോടതി രേഖ, മറ്റ് രേഖകൾ. അത് വേണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സൂചന ആവശ്യമാണെങ്കിൽ പിന്നീട് നൽകുന്നതാണ്. അപ്പോ അത്തരമൊരു സമീപനം സ്വീകരിച്ചു. എന്നിട്ടിപ്പോ ഇത് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്ന പ്രയോഗം തെറ്റ്. എൻട്രി ചെയ്തു. ഒരു കാര്യമായ വി.ഡി. സതീശൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് എൻട്രി ചെയ്യേണ്ടത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് മുത്തവല്ലി അല്ലേ എന്ന് പറഞ്ഞാൽ ഈ സ്വത്തിന്റെ മുത്തവല്ലി ഫാറൂഖ് കോളേജാണ്. ഇത് ചെയ്തിരിക്കുന്നത് വഖഫ് ബോർഡല്ലേ എന്നാ ചോദ്യം. നല്ല ചോദ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒക്കെ പിന്നില് പ്രവർത്തിച്ചത് ഇവരുടെ കെടുകാര്യസ്ഥതയായിരുന്നു. കോളേജ് കമ്മിറ്റിയുടെ കെടുകാര്യസ്ഥ അവരാണ് മുത്തവല്ലി. അവരിത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല. 2019 വഖഫ് ബോർഡിന്റെ നിർബന്ധമായ അന്ത്യശാസനം പുറപ്പെടുവിച്ചപ്പോഴാണ് അവരിത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. 30 കൊല്ലക്കാലം വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാതെ നീട്ടിക്കൊണ്ടുകയാണ് ഫാറൂഖ് കോളേജ് ചെയ്തത്. എങ്ങനെ രജിസ്റ്റർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫാറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് 2019 മെയ് 20 കോളേജ് മാനേജ്മെന്റിന് താഴെ പറയും പ്രകാരം അന്ത്യശാസനം നൽകി. മുനമ്പ് ഭൂമിയുടെ മുത്തവല്ലിയായ കോളേജ് മാനേജ്മെന്റ് ഈ നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനുള്ളിൽ മുനമ്പം വഖഫ് ഭൂമി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം 2115/1990 വഖഫ് ആധാരപ്രകാരം ലഭ്യമായ രേഖകൾ വെച്ച് ബോർഡ് ഈ കൃത്യം നിർവഹിക്കുന്നതാണ് എന്ന് അന്ത്യശാസനം കൊടുത്തിരുന്നു. പക്ഷെ അതും പാലിക്കപ്പെടാതിരുന്നപ്പോ ആസ്ഥാന സൂപ്രണ്ട് വഖഫ് ബോർഡിന് 2019 സെപ്റ്റംബർ 28 9980/6 നമ്പറായി ഭൂമി സ്വമേധയാ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത. അപ്പൊ രജിസ്റ്റർ ചെയ്തത് തന്നെ വഖഫ് ബോർഡാണ്. അന്ത്യശാസനം നൽകിയിട്ടും പാലിക്കാതെ വന്നപ്പോ അങ്ങനെയുള്ള ഫാറൂഖ് കോളേജ് ഇത് എൻട്രി ചെയ്യും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത് വഖഫ് ബോർഡിന്റെ ബാധ്യതയാണ്. വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തു. ഈ ഘട്ടത്തില് അതിനെ ആർജവം കാണിച്ച, സന്മനസ് കാണിച്ച വഖഫ് ബോർഡിനെ അഭിനന്ദിക്കുവാൻ നമ്മൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റൊരു സംഗതി, ഇത് 10,000-കണക്കിന് വഖഫ് സ്വത്തുകൾ ഉമ്മീദിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് എൻട്രി ചെയ്യുന്നത് കൊണ്ട് മാത്രം വഖഫ് സ്വത്തായി മാറുകയുമില്ല. അതൊക്കെ വേറെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കേണ്ടതാണ്. അപ്പോ രാഷ്ട്രീയമായ താല്പര്യങ്ങള്, സങ്കുചിത താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ ഇംഗിതം നടപ്പിലാക്കി നിൽക്കുന്നതിന് ഞാൻ പറഞ്ഞതൊക്കെ പുലരുന്നു എന്ന് വരാൻ വേണ്ടി വി.ഡി. സതീശൻ അമിതാവേശം കാണിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു താല്പര്യം കൂടെ ഉണ്ട്. ഇതിന് പുറമെ ഇതിനെ നേരത്തെ ഫാറൂഖ് കോളേജ് ഏർപ്പെടുത്തിയിരുന്ന ഒരു കൈകാര്യകർത്താവ് ഉണ്ടായിരുന്നു, പവർ ഓഫ് അറ്റോർണി ഒക്കെ കൊടുത്തിട്ട്. അഡ്വക്കേറ്റ് പോൾ. ഇദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. വെറും കോൺഗ്രസ്സുകാരനല്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് പലർക്കും വിറ്റതൊക്കെ. അദ്ദേഹത്തെയും സംരക്ഷിക്കേണ്ടതുണ്ടായി. ഇപ്പോ തന്റെ ഭരണത്തില് ഇതൊരു വിഷയമായി ഉയർന്നു വരരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് അധികാരത്തിൽ വന്നാൽ പരിഹരിക്കൂ എന്ന് പറഞ്ഞു. എന്താ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. എന്തിനാ 10 മിനിറ്റ് ഓർഡർ പുറപ്പെടുവിക്കാൻ? അതിന്റെ ടൈപ്പിംഗ് നടത്താനുള്ള സമയം എന്നൊക്കെയാ. അപ്പോ ഇത് ബാലിശമാണ്, ദുരുദ്ദേശമാണ്, നിരുത്തരവാദപരമാണ്. വിഷയങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയാണ് ഇതിൽ സ്വീകരിക്കുന്നത്. ഇതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ജനങ്ങളുടെ മറവിയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ പലതും നടത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ ഓർമ്മിപ്പിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പാർട്ടി മനസ്സിലാക്കും.